المرسلين وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ونفخ في الصور فإذا هم من الأجداث إلى ربهم ينسلون. قالوا يا ويلنا من بعثنا من مرقدنا هذا ما وعد الرحمن وصدق المرسلون. صدق الله العظيم. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. رب هب لي حكما والحقني بالصالحين واجعل لي لسان صدق في الآخرين واجعلني من ورثة جنة النعيم. അല്ലാഹു സുബ്ഹാനഹു വ തആല തഖ്വയോടുകൂടി അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ, തഖ്വയുള്ള ജീവിതം നയിച്ചു മരിക്കാൻ, അതിൽ അള്ളാഹുവിൻ്റെ തൃപ്തി കരസ്ഥമാക്കാൻ, അതിനുള്ള സൗഭാഗ്യശാലികളിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മുടെ സകലമാന തെറ്റുകുറ്റങ്ങൾ, അള്ളാഹുവിൻ്റെ മുന്നിൽ അവനെ സാക്ഷ്യപ്പെടുത്തി ചെയ്ത തെറ്റുകൾ, അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയത് അള്ളാഹു നമ്മളിൽ നിന്ന് വിട്ടുപുറത്ത് മാപ്പാക്കി നല്ല ജീവിതം നയിക്കാനുള്ള സൗഭാഗ്യം അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ മരണപ്പെട്ടവർക്ക് അള്ളാഹു പൂർണ്ണമായ നിലയിൽ പുറത്തു കൊടുക്കുമാറാകട്ടെ. നമ്മയും അവരെയും സ്വർഗലോകത്ത് അള്ളാഹു ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. പറയപ്പെടുന്ന വിഷയങ്ങൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാനമുള്ള സഹോദരങ്ങളെ, ആഖിറവുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ചർച്ച ചെയ്തു വരുന്നത്. നമ്മൾ നമ്മുടെ മക്കളെയും കുടുംബത്തെയും ആഖിറത്തെ പരിചയപ്പെടുത്തി കൊടുക്കണം. ഓരോ വാപ്പാടെയൊക്കെ കടമയാണത്. മാതാപിതാക്കൾ തൻ്റെ മക്കൾക്ക് വേണ്ടി, ദുനിയാവിന് വേണ്ടി ധാരാളം സമയം ചെലവാക്കാറുണ്ട്. രാവിലെ സ്കൂളിൽ പോകുന്ന സമയം കുറച്ച് മാറിപ്പോയാൽ, പിന്തിപ്പോയാൽ പെട്ടെന്ന് വിളിച്ചുണർത്തും. കടയിൽ പോയില്ലെങ്കിലും പെട്ടെന്ന് കയറ്, ബൈക്കിനകത്ത് കൊണ്ടുപോയി ആ സ്കൂളിൽ കൊണ്ടെത്തിക്കും. അവരുടെ ഫീസിൻ്റെ കാര്യത്തിൽ ഭയങ്കര ജാഗ്രതയാണ്. അവരുടെ യൂണിഫോമിൻ്റെ കാര്യത്തിൽ ഭയങ്കര ജാഗ്രതയാണ്. അവരുടെ പഠനോപകരണങ്ങളുടെ വിഷയത്തിൽ ഭയങ്കര ജാഗ്രതയാണ്. അപ്പോൾ ഭൗതികമായ ആവശ്യങ്ങൾക്ക് മാതാപിതാക്കൾ തൻ്റെ മക്കളോട് വലിയ ജാഗ്രത പുലർത്താറുണ്ട്, ജാഗരൂകരാണ്. എന്നാൽ ആഖിറത്തിൻ്റെ വിഷയത്തിൽ, ഇത് ഈ ലോകം, നൈമിഷികമായ ലോകം, ക്ഷണികമായ ലോകം. ഇന്ന് ലണ്ടനിലേക്കും UAE-യിലേക്കും അങ്ങ് അമേരിക്കയിലേക്കൊക്കെയാണ് മക്കളെ അയച്ചു വിടുന്നത്. അതിന് വേണ്ടിയിട്ട് ഉമ്മയും ഉപ്പയും ഭയങ്കര ത്യാഗമാണ്. അതിനുവേണ്ടി പൈസകൾ കണ്ടെത്തി ബാങ്കിൽ നിക്ഷേപിച്ച് മക്കളെ അങ്ങോട്ട് പറഞ്ഞു വിടുന്നതിന് ഭയങ്കര ഇൻട്രസ്റ്റാണ്. എന്താ സംഭവം? ദുനിയാവിൽ കുറച്ച് ശമ്പളം കൂടുതൽ കിട്ടും, ദുനിയാവിൽ കുറച്ച് പൈസ കൂടുതൽ കിട്ടും. ഈ ഒരു വെപ്രാളം ആഖിറത്തിന്റെ വിഷയത്തിൽ നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ മക്കളോട് കാണിച്ചിട്ടുണ്ടോ? നമ്മളതാണ് ചിന്തിക്കണം. ബഹുമാനപ്പെട്ട ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മഹുല്ല, അദ്ദേഹം രണ്ടാം ഉമർ എന്നറിയപ്പെടുമെങ്കിലും മദീനയിൽ ചെങ്കോലും കിരീടവും കരസ്ഥമാക്കിയ വ്യക്തിയാണ്. ഭരണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത മഹാനവറുകൾ. പരിശുദ്ധ റമദാൻ കഴിഞ്ഞു. റമദാൻ കഴിഞ്ഞ ഉടനെ പെരുന്നാളിന്റെ ആഘോഷങ്ങളാണ്, വലിയ ആഘോഷങ്ങൾ, ആഹ്ലാദങ്ങൾ. നാട്ടിലും മദീനയിൽ എല്ലാവരും ഭയങ്കര ആഘോഷ തിമിർപ്പിൽ ആടുമ്പോ രാജ്യം ഭരിക്കുന്ന കിരീടാവകാശിയുടെ വീട്ടിൽ പട്ടിണിയാണ്. വളരെ വിഷമമാണ്, പ്രയാസമാണ്. അവിടെ ആഹ്ലാദമില്ല, ആഘോഷമില്ല. ബഹുമാനപ്പെട്ട ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മഹുല്ലായുടെ ഭാര്യ ഫാത്തിമ അലൈഹ റഹ്മ,
അദ്ദേഹത്തോട് പോയിട്ട് ചോദിക്കുകയാണ്, നാളെ പെരുന്നാളാണ്, നമ്മുടെ വീട്ടിൽ ഇറച്ചിയൊന്നും വാങ്ങിയിട്ടില്ല, എല്ലാവരും ഭയങ്കര സന്തോഷം, നോക്കും മദീനയിലെ കുട്ടികൾക്കെല്ലാം കൂടെ എന്ത് കളിയാണ്, നമ്മളെന്താ ഇവിടെ ഇങ്ങനെ ഒരു മരിച്ച വീട് പോലെ. നോക്കുമ്പോൾ അവർ നിസ്കാരത്തിലാണ്. ആര്? ബഹുമാനപ്പെട്ട ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മഹുല്ല, ഭരണാധികാരിയാണ്, രാജ്യത്തിന്റെ ഭരണാധികാരി, നിസ്കാരത്തിലാണ്, ഇബാദത്തിലാണ്. എന്നിട്ട് കരയുന്നു. തന്റെ ഭാര്യ സഹധർമ്മിണി പോയി പറഞ്ഞത് കേട്ടിട്ട് ബഹുമാനപ്പെട്ട ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മഹുല്ല പറഞ്ഞു, ഫാത്തിമ, ആകെ ഒരു 5 ദിർഹം എന്തോ കിട്ടും എനിക്ക് ശമ്പളമായിട്ട്, അത് ഞാൻ വാങ്ങി. ഇനി നമുക്ക് അടുത്ത മാസമേ എനിക്ക് ശമ്പളം കിട്ടുള്ളൂ, ഞാൻ ഇപ്പൊ പോയി എവിടെ പോയി വാങ്ങാനാണ്? അതുകൊണ്ട് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്. അപ്പൊ ബീവി പറഞ്ഞു, അല്ല മഹാനവറുകളെ, നിങ്ങൾക്ക് കുറച്ച് അഡ്വാൻസ് ആയിട്ട് ശമ്പളം മുൻകൂറായിട്ട് വാങ്ങാമല്ലോ. നമ്മളൊക്കെ അങ്ങനെയാണല്ലോ, ഇതെല്ലാം വിഷയം വരുമ്പോ മുൻകൂർ ശമ്പളം, അഡ്വാൻസ്. അപ്പൊ അഡ്വാൻസ് വാങ്ങുമ്പോൾ തന്നെ നമുക്കൊരു ഉറപ്പെന്താ? ഞാൻ മരിക്കൂല എന്നാണ്, അടുത്ത മാസം ഞാൻ ഉണ്ടാവും എന്നാണ്. നമ്മുടെയൊക്കെ അവസ്ഥയാണ്. അപ്പോൾ വാങ്ങുമ്പോൾ നമ്മൾ പറയണം, ഇൻഷാ അള്ളാഹ് ഹയാത്തോടെ ഉണ്ടെങ്കിൽ തരാം, ഇല്ലെങ്കിൽ നിങ്ങൾ പൊരുത്തപ്പെടണം. അങ്ങനെ പറഞ്ഞ ആരും അഡ്വാൻസ് വാങ്ങാറുമില്ല ശമ്പളത്തിൽ നിന്ന്. ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മഹുല്ല പറഞ്ഞു, ഫാത്തിമ, ഞാൻ ഈ അഡ്വാൻസ് വാങ്ങിയാൽ അടുത്ത മാസം എനിക്ക് ജോലി ചെയ്യാൻ കഴിയുമെന്നും ഈ ജോലി പൂർത്തിയാക്കാൻ കഴിയുമെന്നും ഇത് മടക്കി കൊടുക്കാൻ കഴിയുമെന്നും എനിക്ക് വല്ല ഉറപ്പുണ്ടോ? എനിക്ക് വല്ല ഉറപ്പുണ്ടോ? ശരിയ ചോദ്യത്തിന് എന്താ മറുപടി നമ്മൾ പറയാ? നമുക്ക് അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മളിപ്പോൾ ഓണമാകട്ടെ, പെരുന്നാളാകട്ടെ, ആഘോഷങ്ങളാകട്ടെ, മുൻകൂർ ശമ്പളം വേണമെങ്കിൽ വാങ്ങും. എന്നാൽ അടുത്ത മാസം എനിക്കത് ജോലി ചെയ്ത് തീർക്കാൻ പറ്റുമെന്ന് ഉറപ്പ് നമുക്കുണ്ട്. അപ്പം അതിൻ്റെ അർത്ഥം എന്താ? ആഖിറത്തിൽ നമുക്ക് വിശ്വാസം ഇല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങനല്ലേ? എന്നെ അടുത്ത മാസം ശമ്പളം കൂടെ തരണം, ഞാൻ അടുത്ത മാസം തരാമെന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? അല്ലേ? അല്ലേ? അങ്ങനെയല്ലേ? ആരും മിണ്ടൂല. സംഭവം അങ്ങനെയാണ്. അടുത്ത മാസം അതും കൂടെ മുൻകൂറാണ്. വലാ തഖൂലന്ന ലിശൈഇൻ ഇന്നി ഫാഇലുൻ ദാലിക ഗദൻ ഇല്ല അൻ യശാ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് അടുത്ത മാസം ഞാനത് തരാം. അതാണ് ഏത് കാര്യം നമ്മൾ സംസാരിച്ചാലും ഇൻഷാ അല്ലാഹ് എന്ന് പറയാതെ നമ്മൾ സംസാരിക്കരുത്. അത് ഖുർആനാണ്. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അള്ളാഹുവിനോടുള്ള വിശ്വാസം, ആഖിറത്തുള്ള വിശ്വാസം നമുക്ക് നഷ്ടപ്പെട്ടു എന്നാണ് അതിൻ്റെ തെളിവ്. നമ്മളിത് ചിന്തിക്കുന്നില്ല, നമ്മൾ പറയുന്നത് അങ്ങനെയാണ്. അടുത്ത മാസം കൂടെ നാളെ ഞാൻ അടുത്ത മാസം അങ്ങ് തന്നു തീർക്കാടേ എന്നേ പറയുള്ളൂ. എന്നാൽ ഇൻഷാ അല്ലാന്നോ, അല്ലെങ്കിൽ അള്ളാഹ് തൗഫീഖ് ചെയ്താലെന്നോ, അല്ലെങ്കിൽ ഇൻഷാ അല്ലാഹ് ഞാൻ ഇടയ്ക്ക് മരിച്ചുപോയ മക്കളുടെ നിന്ന് വാങ്ങിക്കണോ, അല്ലെങ്കിൽ നീ പൊരുത്തപ്പെടണം എന്നൊരു വാക്ക് വളരെ തുലോം തുച്ഛമായ ആളുകളെ അതങ്ങനെ പറയാറുള്ളൂ. ബഹുമാനപ്പെട്ട ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി പറഞ്ഞു, ഞാൻ വാങ്ങൂല, എനിക്ക് അടുത്ത മാസം ജോലി ചെയ്ത് പൂർത്തിയാക്കാൻ കഴിയുമെന്ന് എനിക്ക് വലിയ ഉറപ്പൊന്നുമില്ല. എന്നിട്ട് ഫാത്തിമയോട് പറഞ്ഞു, ഫാത്തിമ, മക്കളെയൊക്കെ വിളിച്ചിട്ട് പറ, ഈ ദുനിയാവിലത്തെ രസവും അലങ്കാരവും ആഹ്ലാദവും അതൊക്കെ കുറഞ്ഞ സമയമുള്ളൂ എന്ന് പറ. മക്കളെ വിളിച്ചിട്ട് പറ. കാരണം ഏറ്റവും കൂടുതൽ ഉപദേശം പെട്ടെന്ന് ഫലപ്പെടുന്നത് ഉമ്മയുടെ വാക്കാണ്. വാപ്പാടെ മുന്നിൽ അവരിങ്ങനെ വല്ല ഉസ്താദിന്റെ മുന്നിൽ ഇരിക്കുന്ന പോലെ വലിയ അതവോടുകൂടി ഇരിക്കത്തുള്ളൂ. പക്ഷെ ഉമ്മാടെ താമം കളിച്ചും ചിരിച്ചും ഒക്കെ ഇങ്ങനെ പറയുമ്പോൾ ഉമ്മ ആണ് നല്ല രീതിയിൽ ഉപദേശിച്ചു കൊടുക്കേണ്ടത്. മോളെ, വാപ്പാടെ അവസ്ഥ എനക്ക് അറിയാല്ല, കുടുംബത്തിന്റെ അവസ്ഥ എനക്ക് അറിയാല്ല എന്നൊക്കെ പറഞ്ഞ് വാപ്പയുടെ ദാരിദ്ര്യത്തെ കുറിച്ച് ഉത്ബോധനം കൊടുക്കുന്ന ഉമ്മയാണ്. ഇതേ ഉമ്മ തന്നെ വേണം ആഖിറത്തെ കുറിച്ചും കൂടി ഈ മോളെ ഒന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ, ഈ മോളെ ഒന്ന് ധരിപ്പിക്കാൻ. വാപ്പാക്ക് സമയം കാണൂല ഒരു പക്ഷേ. വാപ്പ ദുനിയാവിന്റെ പിന്നാലെ രാവിലെ മുതൽ പോയിട്ട് രാത്രി ആയിരിക്കും കയറി വരിക. അപ്പൊ ഈ കൂടുതൽ സമയം ഉമ്മ തന്റെ മക്കളെ കൂട്ടിയിട്ട് ആഖിറത്തെ കുറിച്ച് ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കണം. അത് നമ്മുടെ ബാധ്യതയാണ്, വാപ്പാടെ ഉമ്മയുടെ ബാധ്യതയാണ്. ഈ മക്കൾ ഞങ്ങൾക്ക് അല്ലാഹ് ആഖിറം എന്തെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞില്ല എന്നും കാണുന്ന ആഖിറത്തിൽ പോയിട്ട് റബ്ബിന്റെ കോടതിയിൽ പറഞ്ഞാൽ നമ്മൾ കുടുങ്ങിപ്പോവും. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. വലാ തസിറു വാസിറത്തുൻ വിസ്റ ഉഖ്റ വഇൻ തദ്ഉ മുസ്ഖലത്തുൻ ഇലാ ഹിംലിഹാ ലാ യുഹ്മൽ മിൻഹു ശൈഉൻ വലൗ കാന ദാ ഖുർബ. നാളെ ഒരു ന്യൂനത, ഒരു വിഷമം, ഒരു നന്മയുടെ കുറവ് ആഖിറത്തിൽ നമുക്ക് സംഭവിച്ചു പോയാൽ പടച്ചവൻ നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. നിന്റെ സ്വന്തം മക്കളാകട്ടെ, നിന്റെ ഭാര്യയാകട്ടെ, നിന്റെ ഭർത്താവാകട്ടെ, നിന്റെ കുടുംബക്കാര്, രക്തബന്ധുക്കളാകട്ടെ, ലാ യുഹ്മൽ മിൻഹു ശൈഉൻ വലൗ കാന ദാ ഖുർബ. നിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കൂല കേട്ടോ, നിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കൂല. പരിശുദ്ധ ഖുർആനാണ്. എത്ര വലിയ വാക്കാ. ഒരു വാപ്പ വളരെ വിഷമത്തോടു കൂടി തന്റെ മകന്റെ അരികിലേക്ക് നാളെ സമീപിക്കുമത്രേ ആഖിറത്തില്. ആണ് ഈ ആഖിറത്തെ കുറിച്ച് മനസ്സിലാക്കണമെന്ന് പറഞ്ഞത്. എല്ലാത്തിന്റെ കല്ലും നെല്ലും തിരിക്കുന്ന സ്ഥലമാണ്. ഒരു ബസ് സ്റ്റാൻഡാണ്, തമ്പാനൂർ ബസ് സ്റ്റാൻഡ് പോലെ ഒരു ബസ് സ്റ്റാൻഡ്. ഇനി ഇവിടുന്ന് വേണം വണ്ടി അങ്ങോട്ട് പോകണോ
ഇങ്ങോട്ട് പോകണോ, ഏത് നാട്ടിലേക്ക് പോകണം, എങ്ങോട്ട് പോകണം എന്നുള്ളൊരു തീരുമാനം. ഒരു ബസ് അവിടെ നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടും. അവിടെ എങ്ങോട്ട് പോകണം, ഇവിടെയാണ് ഇനി തീരുമാനമല്ല. ഫരീഖുൻ ഫിൽ ജന്ന വ ഫരീഖുൻ ഫിസ് സഈർ. സ്വർഗത്തിൽ കയറ്റണോ നരകത്തിൽ കയറ്റണോ, തീരുമാനം എടുക്ക്. ആലോചിക്കാൻ ഇരിക്കാണ്, സ്വർഗത്തിലെ വണ്ടി വരുന്നുണ്ടോ നരകത്തിലെ വണ്ടിയാണോ വരുന്നത്. അപ്പൊ അവിടെയാണ് ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ആ ഒരു സ്ഥലമാണല്ലോ. അവിടെ വെച്ചാണ് തീരുമാനം എടുക്കേണ്ടത്. അവിടെയാണ് വാപ്പയും മക്കളും കണ്ടുമുട്ടും, സുഹൃത്തുക്കൾ കണ്ടുമുട്ടും, നാട്ടുകാർ കണ്ടുമുട്ടും. യതആറഫൂന ബൈനഹും, പരസ്പരം കണ്ട അറിയുകയും ചെയ്യും. ഖുർആന്റെ വാക്കാണ്. വയൗമ യഹ്ശുറുഹും ജമീഅ കഅല്ലം യൽബസു ഇല്ലാ സാഅതൻ മിനൻ നഹാർ യതആറഫൂന ബൈനഹും. ആ ആഖിറത്തിന്റെ ഭയാനകതകൾ കണ്ട് മനസ്സിലാക്കുമ്പോ അവിടെ നിൽക്കുന്നവർ പറയുമത്രേ, ദുനിയാവിലൊന്നും നമ്മൾ ജീവിച്ചിട്ടില്ല സഹോദര. ദുനിയാവിലൊക്കെ കഅല്ലം യൽബസു ഇല്ലാ സാഅതൻ മിനൻ നഹാർ, പകലിൽ എന്തോ 1 മണിക്കൂർ ദുനിയാവ് നമ്മൾ ജീവിച്ചു കാണും. അവിടുത്തെ ആ സംഭവം കാണുമ്പോൾ പറയുന്ന വാക്കാണ്, ഖുർആൻ പറഞ്ഞ വാക്കാണ്. ആഖിറത്തിന്റെ പരമോന്നത സഭ കാണുമ്പോ, അവിടുത്തെ ഭയാനകതയും ഭയവിഹ്വലതയും കാണുമ്പോ നമ്മൾ പറയുന്ന വാക്കാണ് കഅല്ലം യൽബസു ഇല്ലാ സാഅതൻ മിനൻ നഹാർ. പകലിൽ 1 മണിക്കൂർ എന്തോ നമ്മൾ ദുനിയാവിൽ താമസിച്ചാണ്. 90 വയസ്സുകാരനായ ഉപ്പുപ്പ നാളെ പറയുന്ന വാക്കാണ്. യതആറഫൂന ബൈനഹും ഖദ് ഖസറ അല്ലദീന കദ്ദബൂ ബിലിഖാഇല്ലാഹ് ഖദ് ഖസറ അല്ലദീന കദ്ദബൂ ബിലിഖാഇല്ലാഹ് വമാ കാനൂ മുഹ്തദീൻ. നാളെ അല്ലാഹുവിനെ കണ്ടുമുട്ടും, ആഖിറത്തിൽ കണ്ടുമുട്ടേണ്ടി വരും എന്ന് ദുനിയാവിൽ വെച്ച് അവിശ്വസിച്ചവർക്ക് നാശം, 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 അവർക്ക് നാശം. നാളെ അവർ പരസ്പരം കാണുമ്പോൾ പറയും, ഓ ഇങ്ങനെയൊക്കെ സംഭവം ഉണ്ടായിരുന്നല്ലോ, നമ്മുടെ ജീവിതം നഷ്ടപ്പെടുത്തിയല്ലോ, ദുനിയാവിന്റെ ജീവിതത്തിന് വേണ്ടി ആഖിറത്തെ നമ്മൾ കച്ചവട ചരക്കാക്കി മാറ്റിയല്ലോ. ഇതൊക്കെ ആഖിറത്തിൽ പറയുമെന്ന് ഖുർആൻ പറഞ്ഞ വാക്കാണ്. ഇതൊക്കെ സത്യമല്ലേ, ഖുർആന്റെ വാക്കല്ലേ. മാതാപിതാക്കൾ ചിന്തിച്ച് മനസ്സിലാക്കി നമ്മുടെ മക്കൾക്ക് ഉപദേശം കൊടുക്ക്. വാത് കേൾക്കാനും നസീഹത്താക്കാനും മക്കൾക്കൊന്നും വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല. അവർക്ക് മൊബൈലും കളിയും, അവർക്ക് പബ്ജിയും ഗിബ്ജിയും അതിന്റെ പിന്നാലെ ഇങ്ങനെ കളിച്ച് അവരുടെ സമയം മുഴുവനും അതിനു വേണ്ടി ചെലവാക്കാണ്. ഇൽമു കേൾക്കാനും ഇൽമു പഠിക്കാനും ഖുർആൻ പഠിക്കാനും ആഖിറത്തെ കുറിച്ച് മനസ്സിലാക്കാനും എത്ര മണിക്കൂർ മൊബൈലിലൂടെ ഒരു മകൻ ചെലവാക്കുന്നുണ്ട്, ഒരു മകള് ചെലവാക്കുന്നുണ്ട്. ചോദിച്ചു നോക്ക് പോയി, എത്ര മണിക്കൂർ ചെലവാക്കുന്നുണ്ട്. എന്നാൽ എത്ര മണിക്കൂർ ഈ ദുനിയാവിന്റെ രസത്തിന് വേണ്ടി, ഈ സമയം കളയാൻ വേണ്ടിയിട്ട്, കളിക്ക് വേണ്ടി, ചിരിക്ക് വേണ്ടി ചെലവാക്കുന്നുണ്ട് മക്കള്. വാപ്പ അന്വേഷിച്ചിട്ടുണ്ടോ? നാളെ ഈ വാപ്പ ഈ മോനെ കണ്ടുമുട്ടും ആഖിറത്തില്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഇക്രിമ റളിയല്ലാഹു തആല റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. എന്നിട്ട് ഈ വാപ്പ തന്റെ മകനെ കണ്ടിട്ട് പറയും, മോനെ യാ ബുനയ്യ, എന്റെ പൊന്നു മോനെ. യാ വിളിക്കുന്ന വിളി അതാണ്, സ്നേഹത്തോടെയുള്ള വിളിയാണ്. സ്നേഹത്തോടെ യാ ബുനയ്യ, എന്റെ പൊന്നു മോനെ. യാ ബനി എന്ന് വിളിച്ചാൽ എന്റെ മോനെ എന്നർത്ഥം. കുറച്ചുകൂടെ ബുനയ്യ തസ്ഗീർ ജമാക്കി വിളിക്കുമ്പോൾ ഭയങ്കര സ്നേഹത്തോടു കൂടിയാണ് മോനോട്. ബുനയ്യ, എന്റെ പൊന്നു മോനെ, കുട്ട, ചക്കര എന്നൊക്കെ വിളിക്കുന്ന പോലെ. മോനെ ഇന്നി അഹ്താജു ഇലൈക, ഞാൻ നിന്നിലേക്ക് ഇപ്പോൾ ആവശ്യമായിട്ട് വന്നിരിക്കുകയാണ്. കൂടുതലൊന്നും വേണ്ട. മിൻ മിസ്ഖാലി ദർറത്തിൻ മിൻ ഹസനാത്തിൻ, നിന്റെ നന്മയുടെ 1% വേണമെങ്കിൽ 0.1 എന്തെങ്കിലും വേണമെങ്കിൽ പറയാം, അത് മതി എനിക്ക്. ഞാൻ എൻ്റെ നന്മ തിന്മകളൊക്കെ തൂക്കിയപ്പോ ഒരു പോയിന്റിന്റെ കുറവുണ്ട്, ഒറ്റ പോയിന്റ്. മിസ്ഖാലു ദർറ എന്ന് പറഞ്ഞൊരു വാക്കാണ് ഹദീസില്. നല്ല ഒരു കടുകുമണി എന്നർത്ഥം, ചെറിയ. മിസ്ഖാലു ദർറത്തിൻ മിൻ ഹസനാത്തിൻ ഖദ് ഇഹ്തജതു ഇലൈക മിൻ മിസ്ഖാലി ദർറത്തിൻ, ഞാൻ നിന്നോട് ചോദിക്കുന്ന ഒരു ചെറിയ കടുകുമണിയുടെ അളവോളം ഒരു നന്മ നീ എനിക്ക് തരണം. കാരണം എനിക്കത് കുറഞ്ഞുപോയി. അതെനിക്ക് കിട്ടിയാൽ എനിക്ക് സ്വർഗത്തിലെത്താം. മോനെ, നിന്റെ നന്മകളിൽ നിന്ന് 1% നീ എനിക്ക് താ. സ്വന്തം മോൻ പറയും, വാപ്പ, ദുനിയാവിൽ നിങ്ങൾ എൻ്റെ വാപ്പ ആയിരുന്നു, എനിക്ക് വണ്ടി മേടിച്ചു തന്നു, 2 ലക്ഷത്തിന്റെ 5 ലക്ഷത്തിന്റെ 10 ലക്ഷത്തിന്റെ ബൈക്കൊക്കെ മേടിച്ചു തന്നു, എനിക്ക് മണക്കാട് ടൗണിൽ നല്ല വീടൊക്കെ വെച്ചു തന്നു, 2.5 കോടിയുടെ വീട് വെച്ചു തന്നു, 10 കോടിയുടെ പെണ്ണിനെ കെട്ടിച്ചു തന്നു. എല്ലാ സംഭവം ശരി തന്നെയാണ്. പക്ഷെ ഇവിടുത്തെ അവസ്ഥ അന്ന് നിങ്ങൾ എന്നോടൊന്നും പറഞ്ഞില്ല, ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ള സംഭവം. ദുനിയാവിൽ ജീവിക്കാൻ സംവിധാനങ്ങളൊക്കെ നിങ്ങൾ ഒരുക്കി തന്നു എനിക്ക്, അതെല്ലാം എനിക്ക് സന്തോഷം.
അവൻ നിഷേധിക്കൂല. ഹദീസ് അങ്ങനെയാണ്. ഫയുസ്നി അലൈഹി ഖൈറ, വാപ്പായി അവൻ പുകഴ്ത്തും. ശരിയാണ്, വാപ്പ ഇങ്ങനൊക്കെ എനിക്ക് വാങ്ങി തന്നിട്ടുണ്ട്, ചെയ്തു തന്നിട്ടുണ്ട്. ഫയുസ്നി അലൈഹി ഖൈറ, ഒക്കെ തന്നെയാണ്, എല്ലാം ശരിയാണ്, എൻ്റെ വാപ്പയാണ്, അതിനൊന്നും ഞാൻ നിഷേധിക്കുന്നില്ല. പക്ഷേ എൻ്റെ പൊന്നുപ്പ, ഇന്നി അതഖവ്വഫു കമാ തഖാഫു, നിങ്ങൾ ഇന്ന് ഈ കാണുന്ന ശിക്ഷയെ നിങ്ങൾ ഭയപ്പെടുന്നത് പോലെ ഞാൻ ഈ ശിക്ഷയെ ഇന്നത്തെ ദിവസം ഞാൻ ഭയപ്പെടുകയാണ്. ഞാൻ ഇന്ന് ഭയപ്പെടുകയാണ്. എൻ്റെ നന്മയിൽ നിന്ന് ഒരു കടുകുമണിയുടെ അളവങ്ങാനും എൻ്റെ ഉപ്പയാണ് എന്ന് കരുതി ഞാൻ നിങ്ങൾക്ക് വെച്ചാൽ ഞാൻ നരകത്തിൽ പോകുമെന്ന് ഭയപ്പെടുന്നു. കാരണം ഇത് തൂക്കിയിട്ടില്ല, വേബ്രിഡ്ജിലോട്ട് കയറ്റിയിട്ടില്ല. മീസാനിൽ കൊണ്ടുപോയി തൂക്കുമ്പോഴേ എത്ര ഉണ്ടെന്നുള്ളത് അറിയാൻ പറ്റൂ. അതുകൊണ്ട് എൻ്റെ പൊന്നുപ്പ, എന്നെ കൊണ്ട് ലാ ഉതീഖു അലാ ദാലിക്, ആ മകന്റെ വാക്കാണ് ലാ ഉതീഖു, കഴിയില്ല എന്നാണ് പറഞ്ഞ വാക്ക്. ലാ ഉതീഖു അലാ ദാലിക്, എൻ്റെ വാപ്പയൊക്കെ തന്നെയാണ് സംഭവം ശരി തന്നെ. ദുനിയാവിൽ എന്നെ നല്ല പൊക്കിക്കൊണ്ട് നടന്ന് എനിക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്ത എൻ്റെ ഉപ്പയാണ്. പക്ഷെ എൻ്റെ നന്മയിൽ നിന്ന് ഒരല്പമെങ്കിലും ഇങ്ങക്ക് തരാൻ എന്നെ കൊണ്ട് പറ്റൂല ഉപ്പ. നാളെ പറയാം ഹദീസ്, ഇക്രിമാർ അള്ളാഹിന്റെ ഹദീസിന്റെ വിശദങ്ങൾ പറഞ്ഞ വാക്കാണ് കേട്ടോ. ചിന്തിച്ചോളി, മക്കളെ തലയുടെ മുകളിൽ കൊണ്ട് കിടക്കുന്ന വാപ്പ ഒക്കെ ചിന്തിച്ചോളി, ഇതിനെയൊക്കെ കൊണ്ട് ആഖിറത്തിൽ വല്ല ഗുണമുണ്ടോ എന്നുള്ളത് ചിന്തിച്ചോളി. അവന് വേണ്ടിയിട്ട് ജീവിതം നശിപ്പിക്കാൻ തയ്യാറാണ് നമ്മൾ. അവന് വേണ്ടിയിട്ടാണ് ഈ കട മൊത്തം വാരിക്കൂട്ടിയത്, അവന് വേണ്ടിയിട്ടാണ് വീട് പണയം വെച്ചത്, അവന് വേണ്ടിയിട്ടാണ് ഈ ലോൺ എടുത്തത് മൊത്തവും. എല്ലാ മക്കൾക്കും ഉണ്ട്. വാപ്പാക്ക് എന്തുണ്ട്? ഒരു തസ്ബീഹും ഒരു മുസല്ലായും ഉണ്ട്. വേറെ എന്താണല്ലോ വാപ്പാക്ക്? വാപ്പാക്ക് ഒരു തസ്ബീഹ് മുസല്ലായി മാത്രമായി. ബാക്കി ഇവന് വേണ്ടിയിട്ടാണ് ഇത് മൊത്തവും ചെയ്തത്. ഈ മകൻ നാളെ ആഖിറത്തിലെത്തുമ്പോൾ പറയുന്ന വാക്കെന്താ? ലാ ഉതീഖു അലാ ദാലിക, വാപ്പൊക്കെ തന്നെ സംഭവം ഒരു രക്ഷയില്ല. അതാണ് നബി തങ്ങൾ പറഞ്ഞത്, വഇൻ തദ്ഉ മുസ്ഖലത്തുൻ ഇലാ ഹിംലിഹാ ലാ യുഹ്മൽ മിൻഹു ശൈഉൻ വലൗ കാന ദാ ഖുർബാ. നിങ്ങളുടെ സ്വന്തം മക്കളാണെങ്കിലും, നിങ്ങളുടെ ഭാര്യയായാലും, നിങ്ങളുടെ ഭർത്താവായാലും, നിങ്ങളുടെ കുടുംബക്കാരനായാലും, രക്തബന്ധമായാലും, സഹചാരിയായാലും, ലാ യുഹ്മൽ മിൻഹു ശൈഅൻ വലൗ കാന ദാ ഖുർബാ, നിങ്ങളുടെ സ്വന്തക്കാരനാണെങ്കിൽ പോലും നിങ്ങളുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കൂല. ചിന്തിച്ചോളി. അതുകൊണ്ടല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖുറൈശികളെയും കുടുംബക്കാരെയും മൊത്തവും വിളിച്ചു വരുത്തിയിട്ട് പറഞ്ഞത്, യാ ഖുറൈശ്, യാ ബനി ഖുറൈശ്, ലാ അംലികു ലക്കും മിനല്ലാഹി ശൈഅ, നാളെ ആഖിറത്തിൽ നിങ്ങൾ വന്നിട്ട് എന്നെ പിടിക്കാൻ നോക്കിയാൽ നടക്കൂലേ, എന്നെ പിടിക്കാൻ നോക്കിയാൽ നടക്കൂലേ, എന്നെ കൊണ്ട് രക്ഷപ്പെടുത്താൻ പറ്റൂലേ, നിങ്ങൾ വേണമെങ്കിൽ നോക്കിക്കോളി, നിങ്ങൾ വേണമെങ്കിൽ നോക്കിക്കോളി. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശഫാഅത്ത് ചെയ്യുന്നത്, അത് ഷഫാഅത്ത് നമുക്ക് അമലുകളിൽ വല്ല ചെറിയ കുറവുണ്ടെങ്കിൽ നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത് അങ്ങനെയുള്ള ആളുകളായി അള്ളാഹിന്റെ അടുക്കൽ എത്തണം, നബിതങ്ങളുടെ മുന്നിൽ എത്തണം, ആ സ്ഥലത്തേക്ക് എത്തിപ്പെടണം. ഇതെവിടെ നിൽക്കാണ്? അവിടെ ഒന്നും എത്തിയിട്ടില്ല. പഠിച്ചവ സാലിഹ്യങ്ങളിൽ പെടുത്തട്ടെ, സാലിഹായി അമൽ ചെയ്യാൻ തോഫിക്കട്ടെ. നമ്മളെന്തോ ഇപ്പൊ ഈ ഒരു 5 വഖത്ത് നിസ്കാരവും ഈ ഒരു ജുമായും ഒക്കെ നിസ്കരിക്കുമ്പോൾ നമ്മൾ ധരിക്കുന്ന എന്താ ഇഷ്ടം പോലെ ആയെന്നാണ്, എന്തോ ഇഷ്ടം പോലെ ആയെന്നാണ്. എന്നിട്ട് ആഖിറത്തിൽ പോയിട്ട് പറയുന്ന വാക്കെന്താ? 1 മണിക്കൂറേ ഞാൻ നിസ്കരിച്ചിട്ടുള്ളൂ അബീവേ, 90 വർഷം ദുനിയാവിൽ ജീവിച്ചു, 1 മണിക്കൂറേ ഞാൻ നിസ്കരിച്ചിട്ടുള്ളൂ. ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിപ്പെടുന്നത്. എന്തൊക്കെ ഒരുപാട് ചെയ്ത് കൂട്ടിയെന്നാണ് നമ്മുടെ ധാരണ. ഒന്നുമല്ല, ഇതൊക്കെ ചുമ്മാ. അതിനാണ് ഈ അള്ളാഹു ഈ റമദാൻ മാസമൊക്കെ കൊണ്ടു തരുന്നത്, ഈ ഹജ്ജൊക്കെ കൊണ്ടു തരുന്നത്. എന്തിന്? കുറച്ച് എക്സ്ട്രാ കിഴിവ് ഓഫറൊക്കെ തന്നിട്ട് നമ്മുടെ അമല് കുറച്ചൊക്കെ കൂട്ടാൻ വേണ്ടി അള്ളാഹ് ഈ പണിയെടുക്കുന്നത്. അതിനാണല്ലോ നമ്മൾ ചെയ്യുന്നത്. ഇപ്പൊ ഒരു ജുമ നിസ്കരിച്ച 10 ജുമ നിസ്കരിച്ച കൂലി അള്ളാഹ് അവിടെ എഴുതി തരികയാണ് നമുക്ക്. അല്ലാതെ നമ്മൾ ഈ 60 വർഷം ഈ ജുമ നിസ്കരിച്ചോണ്ട് എന്ത് കിട്ടാനാണ്? ഒരു സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞാൽ അള്ളാഹ് നമുക്കിവിടെ 10 സുബ്ഹാനല്ലാഹുടെ കൂലി എഴുതി തരണം. മൻ ജാഅ ബിൽ ഹസനതി ഫലഹു അശ്റു അംസാലിഹാ. 1 രൂപ സദഖ ചെയ്ത 10 രൂപ സദഖ ചെയ്തിട്ട് 9 രൂപ അള്ളാഹിന്റെ വകയായിട്ട് ഫ്രീ ആണ്. 1 രൂപ നമ്മൾ കൊടുക്കുള്ളൂ. പക്ഷെ 9 രൂപ അള്ളാഹിന്റെ വകയായിട്ട് ചെയ്തിട്ട് 10 എഴുതി തള്ളും. കൊണ്ടുപോ. 1 റക്അത്ത് നിസ്കരിച്ച 10. എന്നാൽ ഇതേ മനുഷ്യൻ ഹറമിൽ പോയിട്ട് 1 റക്അത്ത് നിസ്കരിച്ച 1 ലക്ഷം അള്ളാഹ് എഴുതി തള്ളും. 1 ലക്ഷം അള്ളാഹ് എഴുതാണ്. 1 റിയാൽ കൊടുത്താൽ 1 ലക്ഷം റിയാൽ കൊടുത്തേണ്ട സ്വഭാവമാണ്. അവിടെ പോയി പിശിക്കാൻ നിൽക്കലെന്ന് പറഞ്ഞതാണ്. മക്കയിലും മദീനയിലൊക്കെ പോയി കഴിഞ്ഞാൽ സാധുക്കൾ പാവത്തങ്ങളൊക്കെ വന്നാൽ ഭക്ഷണം മേടിച്ചു കൊടുക്കണം, മന്തിയൊക്കെ കിട്ടും. അവിടെ 10, 15, 20 റിയാൽ കൊടുത്താലും മന്തിയൊക്കെ കിട്ടും, വാങ്ങി കൊടുക്കണം. 20 റിയാലോ കണക്ക് കൂട്ടും, 480 രൂപയോ. ഒരു ചായ 3 റിയാൽ 65 രൂപ കണക്ക് കൂട്ടും. അവൻ ലോക പിശുക്കനായിട്ട് മക്കയിൽ നിന്ന് മദീനയിൽ നിന്ന് തിരിച്ചു വരുള്ളൂ.
നമ്മൾ അതുകൊണ്ട് ഇങ്ങനെ മാറ്റി വെക്കണം. പൈസ ഒക്കെ മാറ്റി റിയാലുകൾ ഇങ്ങനെ മാറ്റി വെച്ചിട്ട് കൊണ്ടുപോയിട്ട് സദക്ക ചെയ്താൽ അതിന് ലക്ഷങ്ങൾ നമ്മുടെ ATM-ലേക്ക് ആഖിറത്തിൽ അല്ലാഹ് കൂട്ടിത്തരികയാണ്. അതാ ചിന്തിക്കേണ്ടത്. നമ്മൾ ഇവിടുത്തെ കണക്കല്ല നോക്കേണ്ടത്, ആഖിറത്തിലേക്ക് വേണ്ടിയാണ് ഈ കൊടുക്കുക. ഇന്നമാ നുത്ഇമുക്കും ലിവജ്ഹില്ലാ ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുകൂറ. ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു തആല അൻഹു, എന്ത് സദഖ ചെയ്താലും നിങ്ങൾ എനിക്ക് വേണ്ടി ദുആ ഒന്നും ചെയ്യണ്ട, നിങ്ങൾ എനിക്ക് വേണ്ടി പറയണ്ട, അല്ലാഹ് നിങ്ങൾ ഇത്ര ചെയ്താൽ അല്ലാഹ് അങ്ങ് ബർക്കത്തട്ടെ, അതൊക്കെ നിങ്ങളുടെ ഇത്. പക്ഷേ ഞാൻ ഇതൊന്നും ആഗ്രഹിച്ചിട്ടല്ല ഒരു നേരത്തെ ഭക്ഷണം വാങ്ങി തരുന്നത്, എനിക്ക് ആഖിറത്തിൽ ഇതിന് കൂലി കിട്ടും എന്നുള്ള പ്രതീക്ഷയോടുകൂടിയാണ്. ഇന്നമാ നുത്ഇമുക്കും ലിവജ്ഹില്ലാ ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുകൂറ. താങ്ക്സ്, നിങ്ങൾ ചെയ്തതിന് താങ്ക്സ്, ഉപകാരമുണ്ട് കേട്ടോ, നന്ദിയുണ്ട്, ഉപകാരമുണ്ട്. ഇതൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. സാലിഹ്യങ്ങളുടെ അടയാളം ഇതാണ്. ഒരു നന്മ ചെയ്താൽ ആഖിറത്തിലെ നന്മ എനിക്ക് കിട്ടുമെന്ന്, കൊടുത്താൽ കൊല്ലത്തും കിട്ടും എന്ന് പറഞ്ഞ പോലെ ഇവിടെ കൊടുത്താൽ എനിക്ക് ആഖിറത്തിൽ കിട്ടും. അതാണ് എൻ്റെ ആഗ്രഹം, എൻ്റെ ലക്ഷ്യം, എൻ്റെ പ്രതീക്ഷ അതാണ്. അല്ലാതെ നിങ്ങളുടെ ഒരു താങ്ക്സിന് വേണ്ടിയിട്ടല്ല ഞാൻ ഈ ചെയ്യുന്നത്. ഇനി അതാണ് ആഗ്രഹിക്കുന്നെങ്കിൽ ദുനിയാവിൽ ആ താങ്ക്സും റീച്ചും വ്യൂസും ഒക്കെ കിട്ടും, പക്ഷെ ആഖിറത്തിൽ ഒന്നും കിട്ടും. ഫമാലഹു ഫിൽ ആഖിറത്തി മിൻ ഖലാഖ്. ആഖിറത്തിൽ ഒന്നും കിട്ടൂല, ദുനിയാവിൽ കിട്ടും. ഇതെല്ലാം ദുനിയാവിൽ എഴുതി വെച്ചിട്ട് പോകും. ദുനിയാവിൽ ഇത് MLA ഫണ്ട് ഇതാണ്, MP ഫണ്ട് ഇതാണ്, ഇന്ന മനുഷ്യൻ്റെയാണ്, ഇന്ന മനുഷ്യനാണ്, ഇത്ര രൂപ അയാളുടെ വകയാണ്, അയാൾ വാങ്ങിത്തന്ന ആംബുലൻസാണ്, അയാളുടെ പള്ളിയാണ്, അയാളുടെ മദ്രസയാണ്, അയാളുടെ ഓർമ്മയ്ക്കാണ് എന്നൊക്കെ പറഞ്ഞ് എല്ലാം എഴുതി വെച്ച് എല്ലാം ദുനിയാവിൽ ഒരു കിറ്റ് കൊടുക്കുമ്പോൾ അതിന് 10 ഫോട്ടോയും എടുത്ത് എല്ലാവരും എടുത്ത് എല്ലാം കാണും. ദുനിയാവിൽ അൽഹംദുലില്ലാഹ് എല്ലാവരും എല്ലാം ലൈക്ക് അടിച്ച് 10 കിറ്റിന് 100 ലൈക്ക്, 1,00,000 ലൈക്ക് എല്ലാം അടിച്ച് തീർന്ന എല്ലാം. ആഖിറത്ത് ചെല്ലുമ്പം കിറ്റിനകത്തൊന്നും കാണൂല, കിറ്റ് മാത്രം കാണും. എന്നിട്ട് കിറ്റുമായിട്ട് മലക്കിങ്ങനെ നിൽക്കും, വല്ലതും ഉണ്ടെങ്കിൽ ഇവിടെ കൊണ്ടു ആഖിറത്തോട്ട് പോവാം. സാധനമൊന്നും കാണൂല, അരിയും പച്ചമുളകും മല്ലിയൊക്കെ ദുനിയാവ് വെച്ച് തന്നെ പോയി. പക്ഷെ അതൊരു രസമായി മാറി. ഇന്നിപ്പോ ഒരു നന്മ ചെയ്യുന്നത് അങ്ങനെ ഒരു രസമാക്കി മാറ്റി. എന്നിട്ട് പിന്നെ മസാലയും കൊണ്ടുവരും. അത് നമ്മുടെ കൽബല്ലേ, അല്ലാഹ് അല്ലേ അറിയുന്നത്, എല്ലാം അല്ലേ അറിയുന്നത്, അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്നൊക്കെ. ഇന്നത്തെ സാഹചര്യമാണ്. പക്ഷെ നമ്മുടെ ഈമാൻ ചോർന്നു പോകാതെ സൂക്ഷിക്കും. എനിക്കതേ പറയാനുള്ളൂ. ഇന്നത്തെ സാഹചര്യം ഇപ്പം നമ്മളിപ്പോൾ എന്ത് ചെയ്താലും, ഇപ്പോൾ ഒരാൾക്ക് പള്ളിക്ക് ഒരു ചെക്ക് കൊടുത്താലും ഫോട്ടോ എടുത്ത്, ഇന്നത്തെ സാഹചര്യം അങ്ങനെ ആയിപ്പോയി, നമ്മളും അതിൽ വീണുപോയി. പക്ഷെ നമ്മുടെ ഈമാൻ കൽബിനകത്തിരിക്കുന്നത് സൂക്ഷിക്കുക, അത് പോവാതെ. പടച്ചവനെ എന്നെ കൊണ്ട് നിർബന്ധിപ്പിച്ച് ജയിക്കാണ്, എനിക്ക് നീ അല്ലാതെ ആഖിറത്തിന്റെ പ്രതിഫലം അല്ലാതെ എനിക്ക് ഇതിനകത്ത് യാതൊരു ലക്ഷ്യവും ദുനിയാവിൽ ഒരു മോഹം എനിക്കില്ല എന്ന ചിന്ത വേണം. ഇന്നമാ നുത്ഇമുക്കും ലിവജ്ഹില്ലാ. നാളെ മക്കളെപ്പോ പറയുന്ന വാക്കാണ്, അതുകൊണ്ട് കിട്ടൂല. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് നിങ്ങളോടൊരു വസിയത്ത് അതാണ്. നമ്മുടെ മക്കളോട് നിങ്ങൾ ഇപ്പോൾ ചെറുപ്പത്തിലെ പറഞ്ഞ് ഉപദേശിക്കുക ആഖിറത്തെ കുറിച്ച്. മോനെ, നമ്മൾ ദുനിയാവല്ല കേട്ടോ വലുത്, ആഖിറ ഉണ്ട് കേട്ടോ. നമ്മളെ ഇവിടെ നിന്ന് കൊണ്ടുപോയി കഴിഞ്ഞാൽ, മരിച്ചു കഴിഞ്ഞാൽ, നമ്മളെ പള്ളിയിൽ കൊണ്ട് അടക്കി കഴിഞ്ഞാൽ പിന്നെ വേറൊരു ലോകമാണ്. പിന്നെ നമ്മൾ ഉദ്ദേശിക്കുന്നിടത്തല്ല സംഭവം. പിന്നെ പിടിച്ചാൽ കിട്ടൂല. പിന്നെ നമ്മൾ എത്ര നിലവിളിച്ചാലും കരഞ്ഞാലും അള്ളാഹുവിനോട് അപേക്ഷിച്ചാലും ഒന്നും അതിന് ഒരു പ്രയോജനം ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അത് വാപ്പാട് ഉമ്മാട് ബാധ്യതയാണ്. ഇല്ലെങ്കിൽ നാളെ ഞാൻ ഈ ഓതി ആയത്ത് പോലെ ആഖിറത്തിൽ കിട്ടൂല. ഒരാളും മറ്റൊരാളുടെ ചുമട് നാളെ ആഖിറത്തിൽ ഏറ്റെടുക്കൂല. അതുകൊണ്ടാണ് ഖാമ ഫീനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഅല്ലമൽ ഗുലൂൽ. ഒരു ദിവസം നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ ഞങ്ങൾക്ക് പ്രഭാഷണം നടത്താൻ വേണ്ടി എഴുന്നേറ്റ് നിന്നു. ഫഅല്ലമൽ ഗുലൂൽ, ചതിക്കപ്പെട്ട വഞ്ചിക്കപ്പെട്ട വസ്തുക്കളെ കുറിച്ച് ആദരവായ റസൂലുള്ളാഹി തങ്ങൾ വളരെ ഘോര പ്രഭാഷണം നടത്തി. എന്നിട്ട് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ലാ ഉൽഫിയന്ന അഹദകും യജിഉ യൗമൽ ഖിയാമ യാ റസൂലല്ലാഹ് അഗ്സ്നി യാ റസൂലല്ലാഹ് വഅലാ റഖബതിഹി റുആ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, വലിയ ഭാരിച്ച ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ട് വലിയ വില കൂടിയ സാധനങ്ങൾ ഒരാളിൽ നിന്ന് വാങ്ങി വെച്ചിട്ട് ആ അമാനത്ത് നിർവഹിക്കാത്തതിൻ്റെ പേരിൽ, അത് മടക്കി കൊടുക്കാത്തതിൻ്റെ പേരിൽ അത് തലയിൽ എടുത്തു വെച്ച് നാളെ ആഖിറത്തിലേക്ക് യാ റസൂലല്ലാഹ് അഗ്സ്നി, എന്നെ ഒന്ന് സഹായിക്കണേ നബിയെ, എന്നെ ഒന്ന് സഹായിക്കണേ നബിയെ, എന്നെ ഒന്ന് സഹായിക്കണേ നബിയെ എന്ന് പറഞ്ഞു ഒരാളും എന്നെ കാണാൻ നാളെ വരരുത് കേട്ടോ. അങ്ങനെയുള്ളവരെ ഞാൻ കണ്ടുമുട്ടാതിരിക്കട്ടെ. നബീന റസൂൽ ഞങ്ങൾ പറഞ്ഞാൽ
നമ്മൾ പോയിട്ട് ഈ ദുനിയാവിലെല്ലാം നശിപ്പിച്ചിട്ട് കണ്ടവൻ്റെ എല്ലാം വാരി വലിച്ച് കയറ്റിയിട്ട് അതെല്ലാം എടുത്ത് അടിച്ചു മാറ്റിയിട്ട് ഒന്നും കൊടുക്കാതെ അവൻ്റെ ഹക്കുകൾ നിർവഹിക്കാതെ ഇവിടെ വരുന്ന യാസീനും ബാത്തിയായും ഒക്കെ ഓതിയിട്ട് മയ്യത്തും കൊണ്ടടക്കിയിട്ട് ഇവൻ നാളെ ആഖിറത്തിൽ വന്നിട്ട് റസൂലുള്ള കണ്ടിട്ട് നബിയെ ഞാൻ അവൻ്റെ ഒരു ടോറസ് അടിച്ചു മാറ്റി എങ്ങനെയെങ്കിലും ഇതൊന്ന് കബൂലാക്കി രക്ഷപ്പെടുത്തരണം, ഞാൻ അവൻ്റെ ഒരു പെട്രോൾ കൂട്ടി ഞാൻ എന്നെ രക്ഷപ്പെടുത്തണം, ഞാൻ അവൻ്റെ കുറച്ച് വിറകടിച്ച് മാറ്റിക്കൊണ്ട് എങ്ങനെ രക്ഷപ്പെടുത്തണം, ആ കാണിക്ക വഞ്ചി പൊക്കിക്കൊണ്ട് പോയത് ഞാനായിരുന്നു, ആ പെട്ടിയോട്ട് എടുത്തുകൊണ്ട് പോയത് ഞാനായിരുന്നു, എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടുത്തിക്കൊണ്ട് വരണം. ദുനിയാവിൽ മനുഷ്യരുടെ ഹക്കുകൾ പരസ്പരം വീട്ടാതെ മരണപ്പെട്ട് ആഖിറത്തിൽ വന്നിട്ട് യാ റസൂലല്ലാഹി ഇസ്നി, എന്നെ വന്ന് കണ്ടിട്ട് എന്നെ ഒന്ന് സഹായിക്കണം എന്ന് പറയുന്ന വിഭാഗത്തെ ഞാൻ കണ്ടുമുട്ടാതിരിക്കട്ടെ. ഇതാണ് ആഖിറത്തെ കുറിച്ച് മനസ്സിലാക്കണം. ആഖിറത്തെ കുറിച്ച് പേടിയുള്ളവൻ ഒരു അമാനത്ത് ഒരുത്തന്റെ കൈകളിൽ ലഭിച്ചാൽ ഏത് പാതിരാത്രിയാകട്ടെ ഏത് സ്ഥലത്താകട്ടെ അത് അവനെ തിരിച്ചേൽപ്പിക്കും. കാരണം എന്താ? ആഖിറത്തെ പേടിയുള്ളതുണ്ട്. ഇത് ആഖിറത്തെ പേടിയൊന്നുമില്ല. നിസ്കാരം 5 വഖത്ത്, തഹജ്ജുദ് മുതൽ ഇഷ്റാഖ് മുതൽ ളുഹാ മുതൽ അവ്വാബി മുതൽ ഇല്ലാത്ത സുന്നത്ത് മുഴുവനുമുണ്ട്. പക്ഷെ ഇടപാടുകളിലും കൊടുക്കൽ വാങ്ങലുകളിലും അതിലൊരു കൃത്യനിഷ്ഠതയില്ല, അതിൽ ഒരു അള്ളാഹയെ ഭയമില്ല, അതിൽ അള്ളാഹുവിനോട് സൂക്ഷ്മതയില്ല. ഇങ്ങനെയുള്ളവൻ ഈ രൂപയുമായി അല്ലെങ്കിൽ ഈ അമാനത്തുമായി നാളെ ആഖിറത്തിൽ വന്നിട്ട് അള്ളാന്റെ റസൂലെ എന്നെ ഒന്ന് സഹായിക്കണം, പറ്റിപ്പോയതാണ്, സംഭവിച്ചു പോയതാണ് എന്ന് പറഞ്ഞ് എന്നെ കാണാൻ നിങ്ങൾ വരരുത്. അങ്ങനെ ഒരു വിഭാഗം എന്നെ കണ്ടുമുട്ടാതിരിക്കട്ടെ. ലാ ഉൽഫിയന്ന അഹദക്കും യജിഉ യൗമൽ ഖിയാമ. അങ്ങനെയുള്ളവരെ കണ്ടുമുട്ടരുതേന്ന്. ചെറിയ കാര്യമല്ല. അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞ ആഖിറത്തിലാണ് കല്ലും നെല്ലും തിരിച്ചറിയുന്നത്. നിസ്കാരമൊന്നും ഒന്നിനൊരു പരിഹാരമൊന്നുമല്ല. അള്ളാഹുവിനോട് നിങ്ങൾ ഒരു തെറ്റ് ചെയ്തു, അള്ളാഹു മാപ്പാക്കി തരും. നിങ്ങൾ വ്യഭിചരിച്ചു എന്ന് വെച്ചോളി, നിങ്ങൾ കള്ളു കുടിച്ചു എന്ന് വെച്ചോളി, നിങ്ങൾ അള്ളാഹുമായിട്ടുള്ളൊരു ബന്ധാണ്. ഞാൻ റബ്ബെ എൻ്റെ അറിവില്ലായ്മ ഞാൻ ചെയ്തു പോയി പൊരുത്തപ്പെടും. ഇത് റബ്ബിന് നിനക്ക് പൊരുത്തപ്പെട്ടു തരാം. നിന്റെ കണ്ണുനീരും നിന്റെ വെപ്രാളവും നിന്റെ വിഷമവും നിന്റെ പ്രയാസവും നിന്റെ തൗബായും എല്ലാം കണ്ട് പടച്ച തമ്പുരാൻ നിനക്ക് മാപ്പാക്കാം. കാരണം ഇത് മറ്റാരോടും ചോദിക്കേണ്ടതില്ല. ഇത് മറ്റൊരാളുടെ ഹക്കുകളുമായി നാളെ ആഖിറത്തിലേക്ക് നമ്മൾ വരും. അതുകൊണ്ടാണ് ആഖിറത്തിലേക്ക് ഉയർത്തപ്പെടുക, ആഖിറത്തിലേക്ക് തെളിച്ചു കൊണ്ടുവരപ്പെടുക എന്നൊക്കെ പറയുമ്പോൾ ആരെയാണ് പല പല വിഭാഗങ്ങളായിട്ടാണ് ആഖിറത്തിലേക്ക് വരിക. ആഖിറം എന്ന് പറയുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് അതാണ് നിസ്സാരവൽക്കരിക്കരുത്. നമ്മുടെ ഈ ഇബാദത്തുകളും ഈ നമസ്കാരങ്ങളും ഈ പുണ്യകർമ്മങ്ങളും ആഖിറത്തിന് വേണ്ടിയാണ്. ഈമാൻ കാര്യങ്ങളിൽ തന്നെ വൽ യൗമിൽ ആഖിർ, അൽ ഈമാനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, ആഖിറം അന്ത്യദിവസം, അന്ത്യനാൾ, പരലോകം. ആ പരലോകത്തെ കുറിച്ചുള്ള വിശ്വാസമില്ലാത്തിടത്തോളം കാലം നമ്മുടെ ഇബാദത്തുകളും നമ്മുടെ നന്മകളും അല്ലാഹ്ക്ക് വേണ്ടേ വേണ്ട. ബൽ തൂസിറൂനൽ ഹയാത്തദ് ദുനിയ വൽ ആഖിറതു ഖൈറുൻ വഅബ്ഖ. നിങ്ങൾ ദുനിയാവിനാണ് കൂടുതൽ പ്രാമുഖ്യം നൽകുന്നത്, പ്രാതിനിധ്യം നൽകുന്നത്. പക്ഷേ വൽ ആഖിറതു ഖൈറുൻ വഅബ്ഖ, ഈ കാണുന്ന ദുനിയാവല്ല ആഖിറമാണ് സുസ്ഥിരമായത്, സ്ഥിരമായത്. അതിനെക്കുറിച്ച് വിശ്വസിക്കുക, അതിന് വേണ്ടിയിട്ട് ഇവിടെ പണിയെടുക്കുക. ആഖിറത്തിന് വേണ്ടി പണിയെടുക്കാൻ പറഞ്ഞതാണ്, ദുനിയാവിന് വേണ്ടിയിട്ടല്ല. ദുനിയാവ് ഏത് സമയത്തും കണ്ണടഞ്ഞു പോകാം. നമുക്ക് ഇന്ന് രാത്രി ഉറങ്ങുന്നു, നേരം വെളുക്കുമ്പോൾ ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല. പക്ഷെ ആഖിറത്തിൽ അങ്ങനെയല്ല. അവിടെ നമുക്കൊരു മരണമില്ല, മരണം തീർന്നു. ഈ ദുനിയാവിൽ മരിക്കുന്നതോടുകൂടി മരണം തീർന്നു. റബ്ബനാ അമത്തനാ സ്നതൈൻ വഅഹ്യൈതനാ സ്നതൈൻ ഫഅതറഫ്നാ ബിദുനൂബിനാ. നമ്മൾ നാളെ പറയുന്നൊരു വാക്കാണ്, ഒരു ദുആയാണ്. 2 പ്രാവശ്യം നീ ഞങ്ങളെ ജീവിപ്പിച്ചു, 2 പ്രാവശ്യം നീ ഞങ്ങളെ മരിപ്പിച്ചു. ഫഅതറഫ്നാ ബിദുനൂബിനാ, ഞങ്ങൾ ഞങ്ങളുടെ പാപങ്ങൾ നിങ്ങളുടെ മുന്നിൽ ഏറ്റുപറയുകയാണ് പടച്ചവനെ, നിങ്ങളുടെ മുന്നിൽ ഏറ്റുപറയുകയാണ് പടച്ചവനെ. നാളെ ആഖിറത്തിൽ ചെന്നിട്ട് മനുഷ്യന്മാര് നാളെ പറയുന്ന ദുആകളാണ് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പല ഭാഗങ്ങളിലൂടെ അവതരിപ്പിച്ചിട്ടുണ്ട്. വളരെ ഗൗരവത്തോടുകൂടി ഈ ദുനിയാവിലെ ജീവിതം നഷ്ടപ്പെടുത്തിയിട്ട് ആഖിറത്തിൽ ചെന്നിട്ട് വളരെ വിഷമത്തോടുകൂടി പ്രയാസത്തോടുകൂടി എനിക്ക് വന്നുപോയ നഷ്ടമേ നാശമേ എന്ന് ഖേദിച്ച് നിലവിളിച്ച് അവൻ അള്ളാഹുവിനോട് പറയുന്ന ദുആ പരിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല 5 സ്ഥലത്ത് പറഞ്ഞു തന്നിട്ടുണ്ട്. അതിലൊരു ദുആയാണിത്. 2 പ്രാവശ്യം ജീവിപ്പിച്ചു, 2 പ്രാവശ്യം ഞങ്ങളെ നീ മരിപ്പിച്ചു.
ഖബറിൽ നിന്ന് നിന്നെ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ടാൽ പിന്നെ നിനക്കൊരു മരണം അവിടെ ഇല്ല. പിന്നെ അവിടെ മുതൽ നിനക്ക് അവിടെ ചാലുവാണ്, നിന്റെ പണി തുടങ്ങാണ്. അതാണ് ആയിഷ റളിയല്ലാഹു തആല എന്നെ പ്രത്യേകം പറഞ്ഞത്. നിങ്ങൾ ഖബറിലേക്ക് വരുമ്പോ ഒരു തെറ്റുകാരനായി വരരുത് കേട്ടോ. അവിടെ നിങ്ങളെ സ്കാൻ ചെയ്യും. ആ സ്കാൻ ചെയ്യുമ്പോ മലക്കുകൾ നിങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് നിങ്ങളോട് ചോദിക്കും, ദുനിയാവിൽ നിനക്ക് ജീവിക്കാൻ ഇത്ര സമയം തന്നിട്ട് നീ എന്തുകൊണ്ട് അത് നീ വേണ്ടവണ്ണം പ്രയോജനപ്പെടുത്തിയില്ല എന്ന് നിങ്ങളോട് ചോദിക്കപ്പെടുമ്പോ നിങ്ങൾക്കതിന് മറുപടി ഉണ്ടാകണം. ആ മറുപടിയുമായിട്ട് വേണം ഖബറിലേക്ക് വരണമെന്ന് ബഹുമാനപ്പെട്ട ആയിഷ സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ. അതുകൊണ്ടാണ് ആയിഷ റളിയല്ലാഹു തആല അൻഹ ഒരു കൊച്ചു കുട്ടിയുടെ ഖബറിന്റെ അരികിലൂടെ നടന്നു പോയാൽ അവിടെ നിന്നിട്ട് കരയും. ആയിഷ റളിയല്ലാഹു തആല. അപ്പൊ മറ്റുള്ള പെണ്ണുങ്ങൾ പോലും ചോദിക്കും, എന്താ നിങ്ങൾ കരയുന്നത്? ആ കുട്ടിയുടെ അവസ്ഥ കണ്ടിട്ട് കരയാ ഖബറിനകത്ത്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു കരയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കരയും. എന്തിനാണിത്? ഇതൊരു വലിയൊരു ലോകത്തേക്ക് നമ്മൾ വിചാരിച്ചും മയ്യത്തടക്കി ഖബറടക്കി എല്ലാം കൊണ്ട് വെച്ച് 2 റീത്ത് സമർപ്പിച്ച് 2 കമ്പും കുത്തി അങ്ങ് വെച്ച് അസ്സലാമു അലൈക്കും യാ അല്ലാഹ് വസ്സലാം പോയെന്ന് പറഞ്ഞാൽ തീർന്നതോടുകൂടി നമ്മളങ്ങ് വിട്ടു അയാളെ. തീർന്നു സംഭവം. നമ്മുടെ കണ്ണ് ഈറൻ അണിയുന്നില്ല. ഖബറ് കണ്ടാലും നമുക്ക് കരച്ചിൽ വരുന്നില്ല. ഖബറ് കണ്ടാലും നമുക്ക് അറിയുന്നില്ല. എന്താ അതിന്റെ കാരണം എന്നറിയോ? ആഖിറത്തെ കുറിച്ച് നമ്മുടെ ഖൽബിന്റെ അകത്തേക്ക് കയറിയിട്ടില്ല. അതാണ് അതിന്റെ അർത്ഥം. ഒരാളെ വഞ്ചിക്കാൻ നമ്മുടെ മനസ്സ് വരുന്നതിന്റെ കാരണം എന്തെന്നറിയോ? ആഖിറത്തെ കുറിച്ച് നിന്റെ ഖൽബിനകത്ത് വിശ്വാസം വന്നിട്ടില്ല. നീ നിസ്കരിക്കുന്നത് പണ്ട് പോലെ അത്തത്തമാര് ഉപ്പുപ്പമാര് നമ്മളെ പണ്ട് പോലെ ആചാരമനുസരിച്ച് നിസ്കാരം ഇബാദത്ത് നടക്കുന്നതുകൊണ്ട് നമ്മൾ അങ്ങനെ നിസ്കരിച്ചു പോകുന്നതല്ലാതെ ആഖിറത്തെ കുറിച്ച് നമ്മുടെ മനസ്സിനകത്ത് കയറിയിട്ടുള്ളവനാണെങ്കിൽ ഒരു നിലക്കും മറ്റൊരാളോട് ചതിയോ വഞ്ചനയോ കാണിക്കൂല. കാരണം ഇത് ആഖിറത്തിൽ പിടിക്കപ്പെടും. ഉണ്ടാവും, അവിടെ ചോദ്യം ഉണ്ടാവും, കൊണ്ടുവരുമല്ല. فترى المجرمين مشفقين مما فيه فيقولون يا ليتنا ما لهذا الكتاب لا يغادر صغيرة ولا كبيرة إلا حصاها. ഒരു ചെറിയ ഒരു മുട്ടുസൂചി പോലും അതുപോലും മാറിയിട്ടില്ല. അതിലുണ്ടല്ലോ, അവന്റെ കയ്യിൽ കൊടുക്കും, വായിക്ക്, നീ തന്നെ നോക്ക്. നിന്റെ സ്കാനിങ് റിപ്പോർട്ടാണ്. ഡോക്ടർ നോക്കുന്നതിന് മുമ്പ് നീ ഒന്ന് നോക്കിക്കോ. അവിടെ ഡോക്ടറൊന്നും വേണ്ട, നമുക്ക് തന്നെ എല്ലാം മനസ്സിലാവും. ഡോക്ടർ എന്ന് പറഞ്ഞാൽ ഫിലിമൊക്കെ തരും. എന്താണെന്നറിയോ? കള്ളം പറയാൻ പറ്റില്ലല്ലോ നാളെ. കാരണം അള്ളാഹുവിന്റെ പോയി കള്ളം പറഞ്ഞോളെ മനുഷ്യന്മാർ. ഇവിടെ നിന്ന് കള്ളം പറഞ്ഞ് ശീലിച്ചിട്ടേ. പണ്ട് തമാശക്കാണ് കള്ളം പറയാൻ പാടില്ലെന്ന് പറഞ്ഞു. ഇങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ പറയുന്നത് കേൾക്കാമല്ലോ ഈ ഖബറിനകത്ത്. അത് സത്യം പറഞ്ഞ തമാശ എന്ന് പറഞ്ഞിട്ട് ഒരു കിതാബിനകത്ത് ഇല്ലാത്ത ഉള്ളതൊക്കെ കാണുന്നാലും എഴുതി വെച്ചേക്കെ. വെറുതെ കള്ളം പറഞ്ഞ ഒരുത്ത മരിച്ചു പോയപ്പോഴേ മലക്കുകൾ ചോദിക്കാൻ വന്നപ്പോൾ ഇപ്പൊ 2 പേരും ചോദിച്ചിട്ട് പോയതുള്ളൂ, നിങ്ങൾ ഇവിടുന്ന് വന്നാന്ന്. അപ്പൊ അവൻ ചോദിച്ചു അള്ളാഹുവോട് പോലും, ഒരു കിതാബിൽ കണ്ടതാണ്. അള്ളാഹുട് ചോദിച്ചോ, അള്ളാഹ് ഞങ്ങളല്ല വേറെ ആരല്ല. അവൻ ജീവിതത്തിൽ അവൻ കളവേ പറഞ്ഞിട്ടുള്ളൂ. ജീവിതത്തിൽ അവൻ കള്ളമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ ഈ കള്ളം പറയുന്നവൻ ആഖിറത്തിൽ ചെന്നിട്ടും കളവ് പറയാൻ പറ്റിയാൽ, പഠിച്ചവനെ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ, ഫിലിമിങ് എടുത്തിട്ടുണ്ടെന്ന് കൊടു അവന്റെ കയ്യിൽ. ഇതാ ആ റിപ്പോർട്ട്, സ്കാനിങ് റിപ്പോർട്ട് ഉണ്ട്, കയ്യിലോട്ടും കൊടു, വായിക്കട്ടെ. വായിച്ചോ. അന്ന് വായിക്കാനൊക്കെ പറ്റും. അറബിയൊക്കെ അള്ളാഹ് പഠിപ്പിച്ചു തരും. നോക്കുമ്പോൾ നല്ലപോലെ വായിക്കാം. ഇംഗ്ലീഷ് ഒന്നും പഠിക്കണം, സ്പോക്കൺ ഇംഗ്ലീഷ്, സ്പോക്കൺ അറബി ഒന്നും പഠിക്കണം. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നല്ല റാഹത്തായിട്ട് വായിച്ചോളും. വായിച്ചിട്ടാണ് ഇവൻ പറയുന്നത്, മാലി ഹാദൽ കിതാബ് ലാ യുഗാദിറു സഗീറത്തൻ വലാ കബീറത്തൻ ഇല്ലാ ഒരു മുട്ടുസൂചി എടുത്ത പോലെ അത് കറക്റ്റ് അതിനകത്ത് ആ എടുത്ത സ്കാനിങ് റിപ്പോർട്ട്, ആ വീഡിയോ അടക്കം അതിനകത്ത് വരും. സംഭവം ആഖിറ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. അല്ലാഹ് നീതിമാനല്ലേ, അല്ലാഹ് അനീതി പ്രവർത്തിക്കാൻ പറ്റൂല. അതിന് തെളിവ് വേണം. ഞാൻ അങ്ങനെ ചെയ്താൽ ഇപ്പൊ ഈ നമ്മുടെ ഈ ക്യാമറ ഒക്കെ നമുക്ക് വരുന്ന അങ്ങനല്ലേ. ഞാൻ 150 പോയി അല്ലെങ്കിൽ 120 പോയി തെളിവ് വരുമ്പോൾ എന്താ എന്നാ പിന്നെ പറഞ്ഞാൽ പോരെ, ഡേ ഇയാളെ 120 പോയിട്ടൊന്ന് പോലീസിന് പറഞ്ഞാൽ പോരെ. ഇല്ല, ആ സ്കാനിങ് അടക്കം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒന്നും മിണ്ടാൻ പറ്റൂല. ഇതാണ് ആഖിറം. ഇതാണ് ആഖിറം. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാന്മാരൊക്കെ കരഞ്ഞതും പൊട്ടിക്കരഞ്ഞതും ഇതൊക്കെ ഓർത്തിട്ടാണ് ആഖിറത്തെ കുറിച്ച്. പഠിച്ചവനെ, മരിക്കുന്നതിന് മുമ്പ് ഞാൻ ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കാനുണ്ടോ, ഒരു മുട്ടുസൂചിയെങ്കിലും ബാക്കിയുണ്ടോ, പഠിച്ചവനെ എനിക്ക് പേടിയാണ് റബ്ബേ, എന്തെങ്കിലും ബാക്കിയുണ്ടോ അല്ലാ എന്ന് ചിന്തിച്ചിരുന്നത് അതുകൊണ്ടാണ്.
ആഖിറത്തെ പേടിച്ചിട്ടാണ്. പക്ഷെ നമുക്ക് അങ്ങനെ ഒരു പേടിയില്ലാത്തതുകൊണ്ടാണ് ഈ വഞ്ചനയും കളവും ചതിയും ഒക്കെ നമ്മൾ നടത്തുന്നത്. പേടിയില്ലാത്തതുകൊണ്ടാണ് ഈ പലിശയുടെ മുകളിൽ പലിശയുടെ ലോൺ എടുത്ത് വണ്ടി എടുത്ത് അടിച്ച് പൊളിക്കുകയാണ് നമ്മൾ. ഒരു പേടിയില്ല. ലോൺ എടുക്കുക 50 ലക്ഷത്തിന് 40 ലക്ഷത്തിനൊക്കെ വണ്ടി എടുക്കുന്നതിനൊന്നും ഒരു പേടിയില്ല. ലോൺ എടുക്കുന്നതിനൊന്നും നമ്മുടെ മുസ്ലിം സമുദായത്തിന് ഈ ലോൺ എടുക്കാൻ ഒരു പേടിയില്ല എന്ന് പറഞ്ഞാല് എന്താ എൻ്റെ പൊന്നു സുഹൃത്തെ അതിൻ്റെ അർത്ഥം? ആഖിറത്തെ പേടിയില്ല. ഇതിന്റെ ഗൗരവം ഒരു ദിവസം ഞാൻ പറഞ്ഞു തരും ഇൻഷാ അല്ലാഹ്. അള്ളാഹു തൗഫീഖ്. എന്താ പലിശ എന്നുള്ളത് പറഞ്ഞു തരും. എൻ്റെ ബാധ്യതയാണല്ലോ പറയണമെന്നുള്ളത്. മനസ്സിലാക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറഞ്ഞതാണ് ഇതെല്ലാം സമുദായത്തിന് നമ്മൾ പറഞ്ഞു കൊടുക്കണം. ഖുർആൻ കൊണ്ട് സ്ഥിരപ്പെട്ടാണ്. സൂറത്തുൽ ബഖറയിലെ വലിയ ആയത്ത് തന്നെ ഇതുമായി ബന്ധപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് മാന്യമായി ഒരു സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുത്ത് നമുക്ക് ഓടിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ അതിൻ്റെ പകുതി പൈസയും കൊണ്ട് ലോൺ അവിടെ അടച്ചിട്ട് ബാക്കി ലോണിലൂടെ EMI എന്നും പറഞ്ഞിട്ട് എല്ലാ സാധനങ്ങളും നമ്മൾ ലോണിലൂടെയാണ് ഓടുന്നത്. എന്താ അതിൻ്റെ അർത്ഥം? എന്നിട്ട് ആ ലോൺ വണ്ടിയിൽ നിസ്കരിക്കാൻ വരും. ലോൺ വണ്ടി എടുത്തിട്ട് ആദ്യം പള്ളിയിലാണ് കൊണ്ടുവരുന്നത്. ഉസ്താദിനെ കൊണ്ട് വാദ്യ ഓതിപ്പിച്ച് അതിനകത്ത് ഊതും. എന്നിട്ട് ദുആയും ചെയ്യിപ്പിക്കും. ഉസ്താദിന് 1000 രൂപ 500 രൂപ കൈമടം കൊടുക്കും. നമ്മൾ ചോദിക്കൂല ലോണാന്ന്, കാരണം ചോദിച്ചിട്ട് അവരെ ഇടങ്ങാറാക്കണ്ടല്ലോ. നമുക്ക് ഇടങ്ങാറാക്കാൻ പറ്റും? ചോദിക്കാൻ പറ്റുമോ? എന്തിനാ അതിന്റെ ആവശ്യം എന്താ? എന്നിട്ട് ഇവിടെ നിന്ന് ഓതിയ അതിന്റെ ഫായിദ എന്താ? അതായത് പട്ടച്ചാരായി എടുത്തിട്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞ് കുടിക്കുന്ന പോലെ ഉണ്ട്. ഇരുന്ന് അതവോടുകൂടി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം 3 മുടക്കാട്ട് കുടിച്ചു കഴിഞ്ഞ് അൽഹംദുലില്ലാഹ്. അതുപോലെ ഉണ്ടല്ലോ. അതുപോലെ അല്ലേ ലോൺ എടുത്ത് വണ്ടി എടുത്തിട്ട് ബിസ്മില്ലാഹിർ റഹ്മാൻ ഉസ്താദിനെ കൊണ്ടുവന്ന് വാദ്യ ദ്വാരപ്പിച്ച്. അല്ലാഹു അലം. നമ്മൾ സൂക്ഷിക്കുക ഹബീബെ. ഇതൊക്കെ ഇന്നത്തെ സാഹചര്യം. അത് നബിതങ്ങൾ പറഞ്ഞ ഒരു കാലം വരും, ഇതിനകത്ത് എൻ്റെ സമുദായം ലയിച്ചു പോകും, വീണുപോകും. അത് സൂക്ഷിക്കണമെന്ന് നബിതങ്ങൾ പറഞ്ഞതാണ്. അതുകൊണ്ട് കഴിവത് സൂക്ഷിക്കും. നല്ലൊരു വണ്ടിയൊക്കെ ഇന്ന് നല്ല വില കുറച്ച് സെക്കൻഡ് ഹാൻഡ് വണ്ടിയൊക്കെ കിട്ടും. നമ്മൾ എന്തിനായാലും ആളുകൾക്കൊന്നും പേടിയില്ല. മോളുടെ കല്യാണത്തിന് ബുക്ക് ചെയ്തിട്ടേക്കാണ്. എൻ്റെ ഹെഡ് ക്രോസാ ഹൈബ്രിഡിൻ്റെ 40 ലക്ഷം 50 ലക്ഷത്തിനൊക്കെ വാപ്പ 10 ലക്ഷം കൊടുത്ത് ബുക്ക് ചെയ്തിട്ടിരിക്കുകയാണ്. ഇനി മോടെ കല്യാണത്തിന് ഓഡിറ്റോറിയത്തിൻ്റെ ഫ്രണ്ടിൽ ബൊക്കെയൊക്കെ വെച്ചിട്ട് ഈ സാധനം വരും. പലിശയുടെ ഏറ്റവും വലിയ ഷെയ്ത്താൻ ഇങ്ങനെ വന്ന് നിൽക്കുന്ന കാണാം. ഈ ഷെയ്ത്താൻ അകത്തോട്ട് കയറ്റി 2 കുട്ടി ഷെയ്ത്താങ്ങളെ കയറ്റി ഇരുത്തിയിട്ട് പോയി നേരെ മാതാപിതാക്കൾ. അതുകൊണ്ടാണ് മാതാപിതാക്കൾ മക്കളെ ആഖിറത്തെ കുറിച്ച് ഒരു വണ്ടി മേടിച്ചു കൊടുത്തോ, ഒരു സെക്കൻഡ് ഹാൻഡ് വണ്ടി മേടിച്ചു കൊടു. വേണ്ടാന്ന് മക്കൾ ഇന്ന് സന്തോഷമായിട്ട് അവർ യാത്ര ചെയ്യട്ടെ, അവർ റാഹത്തായിട്ട് യാത്ര ചെയ്യട്ടെ. ബസ്സിനകത്തൊക്കെ തള്ളി പിടിച്ച് എടുത്തൊന്നും പോണ്ട. ഒരു 5 ലക്ഷം രൂപ എടുത്ത് നല്ല വണ്ടി കിട്ടൂലേ? ഒരു 10 ലക്ഷം രൂപ എടുത്തൊരു നല്ല വണ്ടി കിട്ടൂലേ? ഹജിയാരെ, നിങ്ങൾ ഈ 50 ലക്ഷത്തിന് ലോണൊക്കെ എടുത്തിട്ട് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ഈ ലോൺ എടുത്തുള്ള കച്ചവടം, ലോൺ എടുത്തുള്ള ബിസിനസ്, ലോൺ എടുത്തുള്ള പഠിപ്പ്, ഇതൊന്നും ഹൈറായിട്ട് അവസാനിച്ചായിട്ട് നമ്മുടെ ചരിത്രത്തിൽ നമ്മൾ കണ്ടിട്ടില്ല. ലോൺ എടുത്ത് കച്ചവടം ചെയ്ത് രക്ഷപ്പെട്ടവരാരെങ്കിലും ഉണ്ടെങ്കിൽ ജുമ്മാ കഴിഞ്ഞ് എന്നെ ഒന്ന് കാണണേ ഇൻഷാ അല്ലാഹ്. ഞാൻ ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. വിഷമവും പ്രയാസമാണ് അവരുടെ ഭാഗത്തു നിന്നുള്ളത്. കച്ചവടത്തെക്കുറിച്ച് നഷ്ടമെന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് വരും. ഞാൻ ഓരോന്നിങ്ങനെ സ്കാൻ ചെയ്ത് ലാസ്റ്റ് എത്തുമ്പം സംഭവത്തിൻ്റെ റഅസുൽ മാൽ തുടക്കം ഇതായിരുന്നു. അതാണ് അതിൻ്റെ കാരണം. ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതാണ് അതിൻ്റെ കാരണം. നിങ്ങൾ ഉള്ളത് കൊണ്ട് ഖൈർ കൊണ്ട് ബർക്കത്തോടെ നിങ്ങൾ തുടങ്ങി നോക്ക്. അതിൽ ഹറാമിൻ്റെ അംശമില്ലാത്ത പണമാണെങ്കിൽ അതിൽ വലിയ ബർക്കത്താണ്, അതുള്ളതിൽ വലിയ ഖൈറാണ്. അപ്പൊ എൻ്റെ ഒരു വിശ്വാസം ഞാൻ മനസ്സിലാക്കുന്നത്, നമ്മൾ ഈ ലോൺ എടുക്കാൻ പോകുന്നത് ആഖിറത്തെ കുറിച്ച് വിശ്വാസം ഇല്ല എന്നാണ് അർത്ഥം. പണയം വെക്കാൻ പോകും. ഈ സ്വർണം എന്തിനു പണയം വെക്കണം? അങ്ങ് വിക്ക്, എന്നിട്ട് പുതിയ സ്വർണം വാങ്ങ. അടുത്ത പ്രാവശ്യം 40,000 രൂപ കൊണ്ട് പണയം വെക്കും. ആ പോയ വഴി പുല്ല് പോലും കുളിക്കൂല. ഇവൻ പിന്നെ 2 വർഷം കഴിഞ്ഞാൽ തിരിച്ചു വന്നു. അപ്പൊ എത്രയായി? 1,20,000. 40,000 രൂപയുടെ സാധനത്തിന് 1,20,000 കൊടുത്താലേ അവൻ തരുള്ളൂ. ഇവൻ പിന്നെ പോയി മന്ത്രിയെ MLA എല്ലാം പോയി കണ്ട് വേളൊക്കെ ഉണ്ടാക്കുമ്പോൾ അവർ ഫോൺ വിളിക്കുമ്പോൾ ഒരു 20,000 കുറച്ച് കൊടുക്കും. പിന്നെ 60,000 കൊടുക്കട്ടെ. ഈ 60,000 കൊടുത്ത ഒരു പോലെ സ്വർണ്ണം ഇപ്പൊ കിട്ടൂലേ? എന്തിനായി പണിക്ക് പോകുന്നത്? നിങ്ങൾക്ക് അത്യാവശ്യമുണ്ട്, നിങ്ങൾ അങ്ങ് വിക്ക്. ഒരു ചെറിയ മോതിരല്ലേ വിക്ക്, നിനക്ക് കൂടുതൽ പൈസ കിട്ടും. നിങ്ങൾ വാങ്ങ് അടുത്ത പ്രാവശ്യം പോയി. ഉസ്താദെ വിറ്റാ പിന്നെ എടുക്കാൻ പറ്റൂല. ലോൺ ഇതാകുമ്പോൾ നമ്മൾ എടുക്കും എന്നുള്ളൊരു ഓർമ്മ വരും. എടുക്കും എന്നുള്ളൊരു ഓർമ്മ വരും. മയ്യത്ത് എടുക്കുന്നത് വരെ ഓർമ്മ വരും, പക്ഷെ എടുക്കൂല. അവന്റെ മയ്യത്തെടുത്താലും ഈ സാധനം ബാങ്കിൽ നിന്ന് എടുക്കൂല. അതാണ് അതിന്റെ അർത്ഥം. അതിന്റെ നല്ല പർദ്ദയിട്ട ബാങ്കില് പണയത്തിന്റെ സ്ഥലത്ത് ഞാൻ ഇതിലെ കൊണ്ട് പോകുമ്പോൾ കാണാം, പർദ്ദയിട്ട പെണ്ണുങ്ങൾ നിൽക്കുകയാണ്.
എന്താ പർദ്ദ? മലക്കുൽ മൗത്ത് നോക്കിയാൽ പോലും കാണാൻ പറ്റൂല. ആ രീതിയിൽ മൂടിയിട്ട് കിടക്കുകയാണ്. ലോൺ എടുക്കാൻ വന്നിരിക്കുകയാണ്, പണയം വെക്കാൻ വേണ്ടി നിൽക്കുകയാണ്. എന്താ ഇതൊക്കെ ഇതൊക്കെ നമുക്ക് ചിരിയാ വരിക. ഇതാണ് നമുക്ക് ചിരിയാ. അപ്പൊ നിങ്ങളൊക്കെ വിചാരിച്ചു നമ്മളൊക്കെ ഹബീബെ നമ്മളത് എല്ലാം ഉള്ളത് കൊണ്ട് ജീവിക്കണം, നമ്മൾ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്ന ജീവിക്കാൻ നോക്ക്, പരിശ്രമിച്ചു നോക്ക്. നമ്മൾ ഈ കൂടുതൽ ആഡംബരങ്ങളിലേക്ക് പോകുന്നതുകൊണ്ടാണ് നമുക്ക് ഈ പ്രശ്നങ്ങളും ടെൻഷനും ഒക്കെ. ഈ ലോൺ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് പൈസ കിട്ടിയാൽ സമാധാനത്തിൽ ഉറങ്ങാൻ പറ്റുമോ? ഇവന്മാർ കയറി ഇറങ്ങി ഉള്ള പൈസ മൊത്തം നമ്മുടെ തലയിൽ കൊണ്ട് കെട്ടിവെച്ച് തരും ഈ ബാങ്കുകാരന്മാര്. പിന്നെ അത് കഴിഞ്ഞിട്ട് സാറേ ഡേറ്റായി, സാറേ അടയ്ക്കാൻ സമയമായി, സാറേ ആദ്യമൊക്കെ 6 മാസം സാറേ റാഹത്ത്. അത് കഴിഞ്ഞ പിന്നെ അവസാനം സുബൈ കഴിഞ്ഞ് നോക്കുമ്പോൾ വണ്ടിയും കാണത്തില്ല, അവിടെ വീടും കാണില്ല, ഫ്രണ്ടിൽ വലിയൊരു പൂട്ടും കാണും ഗോദ്രേജിന്റെ. ബാക്കിയെല്ലാം അകത്ത് കിടക്കണം. അതുകൊണ്ട് ടെൻഷൻ കൂടത്തേ ഉള്ളൂ. കച്ചവടത്തിലും ജീവിതത്തിലും ബർക്കത്തുണ്ടാവില്ല. എടുത്തവരും ചെയ്തവരും എങ്ങനെയെങ്കിലും വിഡ്രോ ചെയ്യാൻ നോക്കും. പതുക്കെ ഒഴിവാക്കിയിട്ട് അള്ളാഹുവിന്റെ പൊരുത്തം വാങ്ങും. ഇത് ആഖിറത്തിനെ പേടിക്കാൻ വേണ്ടി പറയണം, അല്ല നിങ്ങളെ ആരെയും വിഷമിപ്പിക്കാൻ പറയല്ല കേട്ടോ. ഞാൻ ആരെയും വിഷമിപ്പിക്കാൻ വേണ്ടി പറയല്ല. നമ്മളെല്ലാം അതിൽ കുടുങ്ങിയവരാണ്. പക്ഷെ ആ കുടുക്ക് എടുത്ത് കളഞ്ഞിട്ട് ആഖിറത്തിൽ നാളെ ഇതിന് ചോദ്യം ഉണ്ടാവും. അതിന് മറുപടി പറയാൻ നിങ്ങളെ കൊണ്ട് കെപ്പും അതിനുള്ള കഴിവുണ്ടോ? അൽഹംദുലില്ലാഹ്, നിങ്ങൾ ഏറ്റെടുത്തോളി. ഇല്ല എങ്കിൽ ദയവ് ചെയ്ത് മരിക്കുന്നതിന് മുമ്പ് ഈ ഇടപാടുകൾ തീർക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ലാ ഉൽഫിയന്ന അഹദകും യജിഉ യൗമൽ ഖിയാമ അലാ റഖബതിഹി നഫസുൻ ലഹാ സിയാഹ്. നിലവിളിക്കുന്ന ചില ശരീരങ്ങളും ചില ആത്മാക്കളുമായി ചില ആളുകൾ നാളെ എന്നെ കണ്ടുമുട്ടാൻ വേണ്ടി വരും. ഐ തതഹഖഖുൽ ഹുഖൂഖ് ഐ തതഹറഖുൽ ഹുഖൂഖ് അലാ റഖബതിഹി. ദുനിയാവിലത്തെ ഇടപാടുകൾ അവന്റെ തലയിൽ കിടന്ന് ചർച്ച ചെയ്ത് ശബ്ദമുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇടപാടുകൾ പൂർത്തീകരിക്കാൻ കഴിയാതെ മടങ്ങി വരുന്ന എന്നെ കണ്ടുമുട്ടാൻ ആഖിറത്തിൽ എന്നോട് ശുപാർശയ്ക്ക് വേണ്ടി വരുന്ന ചില ആളുകളുണ്ട്. അവരെ ഞാൻ ആഖിറത്തിൽ കണ്ടുമുട്ടാതിരിക്കട്ടെ. ലാ ഉൽഫിയന്ന അഹദകും യജിഉ യൗമൽ ഖിയാമ. അതാണ് ആഖിറം. വലിയ ഒരു സംഭവമാണ്. എല്ലാം വന്ന് സംഗമിക്കുന്ന സ്ഥലമാണ്. അവിടെ വെച്ചാണ് കല്ലും നെല്ലും തിരിച്ച് അല്ലാഹു തആല സ്വർഗത്തിലേക്ക് വിടുന്നതും നരകത്തിലേക്ക് വിടുന്നതും. അതുകൊണ്ട് ഇങ്ങനെയുള്ള ആളുകളെ ഞാൻ കണ്ടുമുട്ടാതിരിക്കട്ടെ എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പ്രത്യേകമായി പറഞ്ഞു. നമ്മളേത് ബാങ്കുകാരനല്ലേ, അല്ലെങ്കിൽ കാഫിറിനല്ലേ, നസ്രാണിക്കല്ലേ, യഹൂദനല്ലേ, അവനൊക്കെ വാങ്ങിയിട്ട് കൊടുക്കരുത്, പ്രശ്നമില്ല എന്നൊക്കെ നമ്മൾ മസല പറയും. പക്ഷെ ആഖിറത്തിലെത്തുമ്പോൾ ഈ മസല പറഞ്ഞു തന്നവനും കാണൂല, ഇതിന് ഇടയ്ക്ക് നിന്ന ബ്രോക്കറും ദല്ലാളും കാണൂല, ഇത് വാങ്ങിയവനും തിന്നവനും കാണൂല. നമ്മൾ തന്നെ അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടി വരും. ഓരോരുത്തർക്കും അവരവരുടെ തന്നെ ആത്മാർത്ഥ, അവരുടെ തന്നെ നഫ്സായിരിക്കും. അവർ തന്നെ നാളെ മറുപടി പറയേണ്ടി വരും ആഖിറത്തിൽ. അതുകൊണ്ട് ചിന്തിച്ച് മനസ്സിലാക്കി ജീവിക്കും. അതുകൊണ്ട് ആഖിറത്തിലേക്ക് ഉയർത്തെഴുന്നേൽപ്പിക്ക പോകുന്നവരെയും അവരുടെ അവസ്ഥകളും എന്തിൻ്റെയൊക്കെ പേരിൽ എങ്ങനെയൊക്കെയാണ് നാളെ ആഖിറത്തിൽ കണ്ടുമുട്ടുന്നത് എന്നതിനെ കുറിച്ചൊക്കെ ഇൻഷാ അല്ലാഹ് വരുന്ന ദിവസങ്ങളിലൊക്കെ, വരുന്ന ജുമുഅക്ക് ഞാൻ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യും. അടുത്ത ആഴ്ച ഇൻഷാ അല്ലാഹ് വിനീതനുണ്ടാവില്ല, ഒരു ഉംറ ചെയ്യാൻ പോകുന്നുണ്ട്, അത് കഴിഞ്ഞിട്ടുള്ള ആഴ്ച ഉണ്ടാവും. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ഇതിൻ്റെ ബാക്കി തുടർച്ച ആ ദിവസങ്ങളിൽ അങ്ങോട്ടേക്ക് നമുക്ക് ചർച്ച ചെയ്യാം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നല്ലത് പറയുവാനും കേൾക്കുവാനും ഉൾക്കൊള്ളുവാനും പഠിക്കുവാനും ചിന്തിക്കുവാനും ചിന്തിപ്പിക്കുവാനും അല്ലാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.